ഇത് പല്ലികളാണ്. ഈ പല്ലികളുടെ ഉമിനീരുണ്ടല്ലോ, ഈ ഉമിനീരിന് മനുഷ്യനിൽ കാണപ്പെടുന്ന ട്യൂമറുകളും മറ്റുമൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡി പറയുന്നത് ഇത്തരത്തിലുള്ള ചില പ്രത്യേക തരത്തിലുള്ള പാൻക്രിയാറ്റിക് ട്യൂമറുകളും മറ്റുമൊക്കെ കണ്ടെത്താൻ നമ്മുടെ ഒരു പ്രത്യേക തരത്തിലുള്ള പല്ലിയുടെ ഉമിനീര് സഹായിക്കുമെന്നാണ് റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡി പറയുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് ഹീല മോൺസ്റ്റർ എന്ന് പറയുന്ന പല്ലി വർഗത്തിൽപ്പെടുന്ന ഒരു പോയിസണസ് ആയിട്ടുള്ള ജീവിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് വെസ്റ്റേൺ USA-ലും നോർത്ത് വെസ്റ്റേൺ മെക്സിക്കൻ സ്റ്റേറ്റ്സിലും ഒക്കെ കാണപ്പെടുന്ന ഈ ഒരു ജീവി എന്ന് പറയുന്നത് ഏകദേശം ഒരു 56 സെന്റിമീറ്റർ വരെ നീളം വരുന്ന ഒരു ജീവിയാണിത്. ഇലൂസീവ് ഇൻസുലിനോമ എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള അപൂർവ പാൻക്രിയാറ്റിക് ട്യൂമർ കണ്ടെത്താൻ ഈ പല്ലിയുടെ ഉമിനീരിലുള്ള ചില ഘടകങ്ങൾ സഹായിക്കുമെന്ന് പറയുന്ന സ്റ്റഡിയാണ് പബ്ലിഷ് ചെയ്തത്. ഈ ട്യൂമർ വന്നാൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അപകടകരമാകുന്ന രീതിയിൽ കുറയാൻ കാരണമാകും. ഇത്തരത്തിലുള്ള ഒരു അപകടകരമാകുന്ന ഈ പാൻക്രിയാസിൽ ഉണ്ടാകുന്ന മുഴകൾ കണ്ടെത്താനായിട്ട് ഈ ഹീല മോൺസ്റ്റർ എന്ന് പറയുന്ന ഈ ജീവിയുടെ ഉമിനീരിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക പ്രോട്ടീന് കഴിയുമെന്നാണ് പറയുന്നത്. ഈ പ്രോട്ടീൻ പാൻക്രിയാസിലെ ചില കോശങ്ങളുമായിട്ട് കണക്ട് ചെയ്യുകയും അത്തരത്തിൽ നമുക്ക് ചിലപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡേറ്റ ഉണ്ടല്ലോ, അതിൽ ആ ഡേറ്റയിൽ നിന്ന് പ്രത്യേകിച്ച് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ട്യൂമറുകളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് ജേണൽ ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന ജേണലാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഈ സ്റ്റഡി പ്രകാരം അവർ പറയുന്നത് സാധാരണ ഉപയോഗിക്കുന്ന PET സ്കാനറുകൾ ഉണ്ടല്ലോ, PET സ്കാനറുകളുടെ ഒരു സക്സസ് റേറ്റ് സാധാരണ 65% മാത്രമാണ് ഇത്തരത്തിലുള്ള മുഴകളെ കണ്ടെത്താൻ. അത്തരത്തിലുള്ള ഈ PET സ്കാനറുകൾ ഈ ജീവിയുടെ ഉമിനീരിൽ നിന്നുള്ള ഘടകങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന PET സ്കാനറുകൾക്ക് സക്സസ് റേറ്റ് വളരെ വലുതാണെന്നുള്ള രീതിയിലാണ് 95%ഓളം സക്സസ് റേറ്റ് ഉണ്ടെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഇലൂസീവ് ഇൻസുലിനോമ എന്ന് പറയുന്ന ഈ ട്യൂമർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുറയുകയും അതിന്റെ ഫലമായിട്ട് ബോധക്ഷയം ഉണ്ടാവുകയൊക്കെയാണ് സാധാരണ ഉണ്ടാവുന്നത്. അപ്പോൾ നിലവിലുള്ള സ്കാനിങ് മെത്തേഡുകൾ ഉപയോഗിച്ച് ഇത് കണ്ടെത്തുക വളരെ പ്രയാസമാണ്. അത് ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ ഈ ഹീല മോൺസ്റ്റർ എന്ന് പറയുന്ന ജീവിയുടെ ഉമിനീരിലുള്ള ചില റേഡിയോ ആക്റ്റീവ് തന്മാത്രകൾ നമ്മുടെ ഈ രോഗമുള്ള രോഗികളിലേക്ക് കുത്തിവെക്കുകയും ആ തന്മാത്രകൾ പെട്ടെന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്യാൻസർ സെല്ലുകളിൽ പോയി റിയാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് PET സ്കാൻ ചെയ്യുന്ന സമയത്ത് അവിടെ ആ റേഡിയോ ആക്റ്റീവ് തന്മാത്രകൾ ആ ട്യൂമർ ഉള്ള ഏരിയയിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ആവുന്നതുകൊണ്ട് അതിന്റെ ഒരു വികിരണങ്ങളിൽ നിന്ന് വിശകലനം ചെയ്യുമ്പോൾ ഡോക്ടർമാർക്ക് പെട്ടെന്ന് ക്യാൻസർ സെല്ലുകളുടെ പ്രസൻസ് ഒരു 3D വ്യൂ ഒക്കെ കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഈ ജീവി എന്ന് പറയുന്നത് ന്യൂ മെക്സിക്കോയിലെ മരുഭൂമികളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഈ ഹീല മോൺസ്റ്റർ എന്ന് പറയുന്ന ഈ ജീവിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഹെലോഡെർമ സസ്പെക്ടം എന്നാണ്. ഇതിന്റെ ഉമിനീരിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീന്റെ പേരാണ് എക്സിൻഡിൻ 4 എന്നാണ് അതിന്റെ പേര്. ആ മോളിക്യൂൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ വേർതിരിച്ചെടുക്കുകയും ഇത് കുത്തിവെച്ച് കഴിഞ്ഞാൽ ഈ എക്സിൻഡിൻ 4 കുത്തിവെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പാൻക്രിയാസിലുള്ള GLP-1R എന്ന് പറയുന്ന ഒരു ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ് 1 റെസിപ്റ്റർ എന്ന് പറയുന്ന ചില റെസിപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ചില സെൽസിൽ. ആ സെൽസിൽ പോയി അത് റിയാക്ട് ചെയ്യുകയും ഇത്തരത്തിൽ നമുക്ക് ട്യൂമർ ഉള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇത് അവിടെ പോയി റിയാക്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റഡിക്ക് വേണ്ടി അവരുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള PET സ്കാനും CT സ്കാനും MRI ഇമേജിങ്ങും ഒക്കെ ഉപയോഗിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ എക്സിൻഡിൻ 4 കുത്തിവെച്ച PET സ്കാനുമായിട്ടുള്ള റിസൾട്ട്സ് കമ്പയർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അവർ മനസ്സിലാക്കിയത് ഇത്തരത്തിൽ എക്സിൻഡിൻ 4 കുത്തിവെച്ച് ചെയ്ത PET സ്കാനിൽ വളരെ എഫക്റ്റീവായിട്ട് ഈ ട്യൂമറിന്റെ പൊസിഷൻസ് ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു സക്സസ് റേറ്റ് 95% തന്നെ ഉണ്ടെന്നും റിസർച്ചേഴ്സ് എടുത്ത് പറയുന്നുണ്ട്. ഈ എക്സിൻഡിൻ 4 എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് കുത്തിവെക്കുമ്പോൾ പല തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട് നമുക്ക്. പ്രത്യേകിച്ച് ഓക്കാനം, തലവേദന, നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുറയുക തുടങ്ങിയ പാർശ്വഫലങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിസർച്ചേഴ്സ് ഈ എക്സിൻഡിൻ 4-നെ ഒന്ന് പരിഷ്കരിച്ച് റേഡിയോ ആക്ടിവിറ്റി ഒക്കെ നേരത്തെ സ്ഥിരപ്പെടുത്തി മനുഷ്യന് പറ്റുന്ന രീതിയിലാക്കിയതിന് ശേഷമാണ് ഈ സ്റ്റഡിയിൽ വേണ്ടി അവർ ഉപയോഗിച്ചത്. അതുതന്നെ വളരെയധികം എഫക്റ്റീവ് ആയിരുന്നെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഡേഞ്ചറസ് ആണെന്ന് കരുതുന്ന ഹീല മോൺസ്റ്റേഴ്സ് പോലുള്ള പല്ലിവർഗ്ഗങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്രവങ്ങൾ, പ്രത്യേകിച്ച് ഉമിനീരിൽ നിന്നുള്ള സ്രവങ്ങളൊക്കെ നമുക്ക് മനുഷ്യർക്ക് പല രീതിയിലും മെഡിസിനും പല രോഗങ്ങൾ കണ്ടെത്താനും ഒക്കെ സഹായിക്കുമെന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഈ പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റഡികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റു വീഡിയോകൾ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.